ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ പറ്റിയ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഞാൻ ഇൻവിസിബിളായി പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെയും ഹാങ് ഔട്ട് ചെയ്തായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകണം. വിസിബിൾ ആയി പോയി അവരോട് ഹാങ് ഔട്ട് ചെയ്തു. അല്ല, ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ നിന്റെ ശരിയില്ലാതെ എനിക്ക് പോകാൻ സത്യം ഉറങ്ങാൻ ഇതുപോലെ ഇഷ്ടമുള്ള അതിവിടെ വ്യക്തമാക്കണം എന്തുകൊണ്ട്. എല്ലാത്തിനും ഗുഡ് സെലക്ഷൻ ആണ് ഈ ഇരിക്കുന്ന എന്നെ ഉൾപ്പെടെ അല്ലേ. കൊല്ലത്ത് അങ്ങ് കോതമംഗലം വരെ വന്നു പെണ്ണെ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ മനസ്സിൽ വരാനുള്ളത് വഴി തങ്ങില്ല. എനിക്ക് കുറച്ചുകൂടി ഡിപ്ലോമസി എന്നല്ല, കുറച്ചുകൂടി അതൊരു നൈസായി പറയാൻ അധികം വിഷമിക്കാണ്ട് ഞാൻ അങ്ങനെ പറയാറുള്ളൂ. തക്കടു അങ്ങനെയല്ല, ചിലപ്പോ കുറച്ചധികം ഒരു റൂഡായി പറയും. അതെനിക്ക് തോന്നുന്നു ഈ നാടിന്റെ വ്യത്യാസമാണ്. ഇവർ ഈ കൊല്ലം, ട്രിവാൻഡ്രം ആ പ്രദേശത്തേക്ക് മാലയുണ്ട് 7 പവൻ പറയാൻ പോകുന്നത് ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം. അതിന്റെ ഉള്ളിൽ നമ്മുടെ മെയിൻ സാധനം ഷഡ്ഡി എന്ന് പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ പേര് പറഞ്ഞാലും അപ്പൊ നമുക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്കോ ഗെയിം സെഗ്മെന്റിലേക്കോ റാപ്പിഡ് ഫയർ സെക്ഷനിലേക്കോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യട്ടെ. മോസ്റ്റ് റൊമാൻറ്റിക് തിങ് ചെയ്തത് എന്താണ്? ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് വലിയ വലിയ കാര്യങ്ങളെക്കാളും ദിസ് ഇസ് ഞാൻ ഇപ്പോഴും ടെരിയോട് പറയും, എനിക്ക് ഒരു ചെറിയൊരു മൊമെന്റ് ആണ് ഞാൻ ഓർക്കണത്. ഐ തിങ്ക് ദിസ് വാസ് മൈ മേ ബി 33rd or 34th ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ മോളുണ്ടായി. മോള് ചെറുതാണ്. ഞാൻ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ടെനി ആക്ച്വലി എനിക്ക് ലിവിംഗ് റൂം ആ ടേബിളിൽ തന്നെ ഒരു കുപ്പി വൈന്, കുറച്ച് ഫ്ലവേഴ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. ഒരു പാക്കറ്റ് ബിരിയാണി വാങ്ങി വെച്ചിരുന്നു. അത് ആ ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് ഐ തിങ്ക് ഐ നെവർ ഫർഗെറ്റ് ദാറ്റ് ഇൻ മൈ ലൈഫ്. അതാണ് അതൊക്കെ ആ മൊമെന്റ്സ് നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അങ്ങനത്തെ ഒരു ഫീലാണ്. കാരണം ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്ന സമയത്ത് ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. ഇപ്പം ഇവള് തന്നെ മോളുണ്ടാവുന്ന സമയത്ത് ഞാൻ എൻ്റെ റെസിഡൻസി പഠിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ഈ ഒരു നാട്ടിലെ ഒരു പെണ്ണിനെ ഒരു അമ്മ ശുശ്രൂഷിക്കുന്ന പോലെ ഒന്നും ഒരു കെയർ കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. യു ഹാവ് ടു കീപ് മൂവിങ്. ഒരു കാര്യം കഴിഞ്ഞു, കൊച്ചിനെ നോക്കി, നമ്മുടെ ജോലി, ഇവളുടെ ജോലി. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡർ മൂവ്മെന്റ് അതിനിടയ്ക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഒരു ദൈവാനുഗ്രഹം. അത് ഓർക്കുന്ന ഒരു നല്ലൊരു മൂവ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? പരസ്പരം ആക്ച്വലി നമ്മൾ അങ്ങനെ മിസ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു 6 months വി വർ അപ്പാർട്ട്. കാരണം ഞാൻ കോളേജ് ഫിനിഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ അടുത്തേക്ക് മൂവ് ചെയ്ത പിന്നെ ഈ റീസെന്റ് ആണ് ഒരു 3-4 months ഒക്കെ ആണ് നമ്മൾ ആദ്യമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നത്. അതുവരെ നമ്മൾ ഒറ്റ ദിവസം പോലും പരസ്പരം പിരിഞ്ഞു നിന്നിട്ടില്ല. അപ്പൊ അത് അഗൈൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ രാത്രി നമുക്ക് ഉറക്കം പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ അടി കൂടിയിട്ടാണെങ്കിൽ ഇവന് അടുത്തുണ്ടാവണം. അത് അടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അതൊരു വെരി ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പറയുമ്പോൾ ഓവറാന്ന് തോന്നുവാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴേ നമ്മൾ മിസ് ചെയ്യും. അത് നമ്മൾ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ടെക്സ്റ്റ് അയക്കും, ഐ മിസ് യു എന്നുള്ളത്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? സംഹാവ് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. അതല്ല, രാവിലെ ഇറങ്ങാൻ നേരത്തെ ഇപ്പൊ ഞാൻ ചില ദിവസം അടി കൂടി ചൊറിഞ്ഞ ഇറങ്ങുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ഉമ്മ കൊടുക്കാണ്ട് ഇറങ്ങും. പക്ഷെ ഇവൻ പിടിച്ചു നിർത്തി എവിടെന്നാന്ന് വെച്ചാൽ ഓടി വന്ന് ഉമ്മ തന്നിട്ട് പോയാൽ മതി. അത് പിള്ളേരിപ്പോ ചെയ്യും. പിള്ളേരിപ്പോ ഞാൻ ദേഷ്യപ്പെട്ട് പതുക്കെ ഞാൻ ഷൂസ് ഒക്കെ ഇട്ട് ഇറങ്ങുകയാണെങ്കിൽ മോൻ പാഞ്ഞു ചെല്ലും, ഡാഡി മാമി ഈസ് ലിവിംഗ് ഗോ ഗിവ് എ കിസ് എന്നും പറഞ്ഞുകൊണ്ട്. കാരണം പിള്ളേർ ഡെയിലി അത് കണ്ട് ശീലമായി പിള്ളേർക്ക്. അടിപൊളി. ഈ സിനിമയിലൊക്കെ ചില സീനിൽ കാണുന്ന പോലെ നല്ല രസമുണ്ട്. ഓക്കെ, അടുത്ത് പറയട്ടെ. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് തക്കുടു പറഞ്ഞത് എന്താണ്? തക്കുടു കോംപ്ലിമെന്റ്സ് തരുന്നത് അത് ഡെയിലി തരണം. അത് ഒറ്റ കോംപ്ലിമെന്റ് നിർത്താൻ പറ്റില്ല. ഡെയിലി കൊടുത്ത് ഇറങ്ങുമ്പോൾ സാരി നന്നായിരുന്നു, അല്ലെങ്കിൽ നീನು ഒന്ന് ഉടുത്തിരിക്കണ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും സൈഡിൽ എന്തേ കമന്റ് വരാത്തേന്ന്. അത് പറഞ്ഞില്ലെങ്കിൽ അത് കിടക്കെ വിളിച്ചിരുത്തി ഓക്കെ തീറ്റ് നിർത്ത പറഞ്ഞിട്ട് ചോദിച്ച് മേടിച്ചോളൂ. റെസ്പെക്റ്റ് ആണ് എന്താണെങ്കിലും അല്ലേ. അടിപൊളി. തക്കുടു എന്നല്ലാതെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന മറ്റൊരു നിക് നെയിം എന്താണ്? അതിൽ ദേഷ്യം വരുമ്പോഴായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഡാഡി എന്നാണോ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്? തിരിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് മാമി അല്ലെങ്കിൽ മാംസിക്കൽ എന്നായിരിക്കും. അടിപൊളി.
തക്കുടു വിളിക്കാറുണ്ട്. തക്കുട് കഴിഞ്ഞാൽ പിന്നെ മോമി അല്ലെങ്കിൽ മോംസിക്കുള്ളതായിരിക്കും. അടുത്തത്, ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ പറ്റിയ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഇൻവിസിബിൾ ആവാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇൻവിസിബിളായി പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെയും ഹാങ് ഔട്ട് ചെയ്തായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വിസിബിൾ ആയി പോയി അവരോട് ഹാങ് ഔട്ട് ചെയ്തു. അല്ല, ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ നിന്റെ ശരിയില്ലാതിരിക്കും പോകാൻ. അതാണ് എനിക്ക് ഫസ്റ്റ് നമുക്ക് സമാധാനമായിട്ട് പോയി ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരാനൊരു അവസരം. നേരത്തെ പറഞ്ഞ പല സംഭവങ്ങളും നീ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് കാണാൻ പറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നീ എന്തുകൊണ്ട് ഇപ്പൊ വന്നില്ല എന്നുള്ള വിളികളൊന്നും ഇല്ല. എന്തായിരിക്കും? സത്യം ഉറങ്ങാൻ ഇതുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം അതിവിടെ വ്യക്തമാക്കണം. എന്തുകൊണ്ട് സിന്നെണ്ണം ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കുന്നത്? ഇപ്പൊ വരും കമന്റ്. എന്തായാലും ഉറങ്ങാനുള്ള സമയമൊക്കെ കിട്ടട്ടെ. ഓക്കെ, അടുത്തത്, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഈ മെമ്മറിയിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് എന്താണ്? എൻ്റെ ഐ തിങ്ക് മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് മോൾ ഉണ്ടായതായിരിക്കും. മോസ്റ്റ് മെമ്മറബിൾ മോനും അതുപോലെ തന്നെ. പക്ഷേ മോൾ ഫസ്റ്റ് വൺ ആയതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് സ്പെഷ്യൽ മൊമെന്റ്സ്. ഓക്കെ, അടുത്തത്, പിണക്കം മാറ്റാൻ ചെയ്യുന്ന ഏറ്റവും നോട്ടിയസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? തക്കുടു ചുമ്മാ വന്നിങ്ങനെ ചിരിച്ചല്ലെങ്കിൽ ഉമ്മ തരാനൊക്കെ വന്നു തുടങ്ങും, അല്ലെങ്കിൽ വന്ന് കിക്കിളി കൂട്ടും. അല്ല, പിണക്കം മാറ്റാൻ നമ്മൾ ഒരുമിച്ച് കിടന്നൊന്ന് കടൽ ചെയ്ത് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി. അത് എനിക്കും അറിയാം. എന്നാൽ ചാടി കൂടി കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പെട്ടിട്ട് ഓട്ടോമാറ്റിക്കലി കയറി കിടക്കും. അപ്പൊ എന്തേ വരാത്തെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പൊ തക്കുടു പതുക്കെ സൈഡിൽ കിടക്ക് വരും. ചിലപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാണ്ട് ബാത്റൂമിട്ടൊക്കെ കയറി പോകും. അത് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും നോക്കും. അപ്പൊ നമ്മൾ ഇതിനെ പേര് ചിരിച്ചു പോകും. ഒരുമിച്ച് കിടന്ന് കടൽ ചെയ്ത് സംസാരിച്ച് സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു എപ്പോഴും. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടി. ഇപ്പം ഇത്രയും 13 വർഷമായില്ലേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, എല്ലാം ഈക്വലി ഷെയർ ചെയ്യുന്നു. പരസ്പരം കൊടുക്കാൻ പറ്റിയ, ഇപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്താണ്? ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ മറ്റേ ടെൻഡർ ലവിങ് കെയർ സംഭവമായിരിക്കും. കാരണം തക്കുടു വളരെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് പറയുന്ന ഒരാളാണ്. എനിക്ക് കുറച്ചുകൂടി ഡിപ്ലോമസി എന്നല്ല, കുറച്ചുകൂടി അതൊരു നൈസായി പറയാൻ അറിയാം. ഓപ്പോസിറ്റ് അധികം വിഷമിക്കാണ്ട് സംസാരിച്ചോട്ടെ. തക്കുടു ഞാൻ അങ്ങനെ പറയാറുള്ളൂ. തക്കുടു അങ്ങനെയല്ല. തക്കുടു ചിലപ്പോ കുറച്ചധികം ഒരു റൂഡായി പറയും. അപ്പൊ ഞാൻ പറയാറുണ്ട് റൂഡ്നെസ് അല്പം റൂഡല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയും. അതെനിക്ക് തോന്നുന്നു ഈ നാടിന്റെ വ്യത്യാസമാണ്. ഇവര് ഈ കൊല്ലം ഞാൻ എന്തേ നിങ്ങൾ കൊല്ലക്കാരൊക്കെ കുറച്ചൊരു ഇത്, ഞങ്ങൾ കൊല്ലക്കാരെ കൂട്ടല്ല. വീട്ടിൽ പച്ചലൈസ് മേടിക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഒരു പച്ചലൈസ് മേടിച്ചു വെച്ചാൽ മതി. കൊല്ലത്തുള്ള ചേട്ടന്മാരെ ചേച്ചിമാരെ വെറുതെ തമാശ കുറഞ്ഞാണ്. ആ വഴിയൊക്കെ ഇടയ്ക്ക് പോറില്ല. അപ്പൊ കൊല്ലത്തുകാർക്ക് എന്ത് കഷ്ടമല്ലേ. പക്ഷെ എന്താണെന്നറിയില്ല, അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പപ്പടം പൊടിഞ്ഞ എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് മിക്കവാറും ബി മോർ ഫോർഗിവിംഗ് എന്നായിരിക്കും. കാരണം എൻ്റെ അടുത്ത് മാത്രമല്ല, പൊതുവെ ആരെങ്കിലും ഇവളെ റോങ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ക്ഷമിക്കാൻ ഒരുപാട് നാളെടുക്കും. അപ്പൊ അതിനൊരു സ്ട്രെസ് നമുക്ക് തന്നെ ഉള്ളൂ. അവരവർ പണി നോക്കി പോകും. അപ്പൊ അതൊന്ന് പെട്ടെന്നൊന്ന് മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്ത കാര്യം മറക്കുക എന്നുള്ളത് ഐ തിങ്ക് ഒരു നല്ല കാര്യമായിരിക്കും. ഓക്കെ, എന്തായാലും ഈ നേരത്തെ നമ്മൾ തമാശക്ക് പറഞ്ഞാണ് സിന്നെണ്ണ പോലെയൊക്കെ അങ്ങനെ ഉണ്ട്, അതേപോലെ ഉണ്ടെന്ന് ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരുണ്ടോ? ജോയ് സിന്നെ പോലെ പറയാറുണ്ടോ? വന്നിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവരുടെ ഡോക്ടറാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും മിക്ക വീഡിയോന്റെ അടിയിൽ കൊടുത്തിട്ട് കമന്റ് ഇടുന്ന കാണാം. ഒരുപാട് പേർക്ക് അറിയത്തില്ല ഞാൻ ആക്ച്വലി ഡോക്ടറാണെന്നുള്ളത്. നമ്മുടെ പേജിൽ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ടന്റ് കണ്ടാൽ അതിൽ ഡോക്ടർ ഇടുന്ന കണ്ടന്റ് ആണെന്ന് തോന്നാറില്ലല്ലോ. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു അതിശയമാണ് ശരിക്കും ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഇതിന്റെ അടിയിൽ നമ്മുടെ കവികൾ കാവ്യാത്മകമായിട്ട് വരുന്ന കമന്റ് ചിലപ്പോൾ ഡോക്ടറാവും, ചിലപ്പോൾ പ്ലംബറാവും. അതെ, പാവം പ്ലംബർ എന്നൊക്കെ ഇപ്പൊ വരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ് കോഡുകളൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് നോക്കിയാലോ? റെഡിയാണോ? ഷുവർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തക്കുടു അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ടീഷർട്ട് 8,000 രൂപ. 8,000 രൂപ. പിന്നെ മാലയുണ്ടോ? മാലയുണ്ട്, 7 പവൻ. 7 പവൻ. ശരിക്കോ? ഓക്കെ, പിന്നെ കയ്യിൽ വാച്ച് 16,000 രൂപ. 16,000 രൂപ. റിംഗ് ഉണ്ട്. റിംഗിന്റെ വില എത്രയായിരിക്കും? അതെ, വെഡിങ് റിംഗിന് എത്ര കാണും? ഒരു പിടിയില്ല. ഓക്കെ, അത് പാൻറ്
പാൻറ് 8,000 രൂപ. 8,000 രൂപ. ഇനി ഷൂ, എനിക്ക് ആ ഷൂ ഭയങ്കര ഇഷ്ടമായി. ഷൂസ് എനിക്ക് തോന്നുന്നു 26,000 ഓൾമോസ്റ്റ്. ഓക്കെ, ഇതെല്ലാം ഇന്ത്യൻ മണിയാണ് പറയുന്നത്. ഓക്കെ, നോബിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു. ഓ ഓക്കെ, നൈസ്. അപ്പൊ ടോട്ടല് നമുക്ക് നോക്കാം എല്ലാം കൂടി. ഇനി പറയാൻ പോകുന്നത് ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, അതിന്റെ ഉള്ളിൽ നമ്മുടെ മെയിൻ സാധനം ഇപ്പൊ ഇട്ടേക്കുന്ന മെയിൻ ഷഡ്ഡി എന്ന് പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ പേര് പറഞ്ഞാലും എന്തായിരുന്നു പേര്? അത് സുങ്ക നമ്മൾ ഇടുന്നത് നമ്മൾ ബീച്ചിൽ പോകുമ്പോഴാണ്, ബീച്ച് അല്ലെങ്കിൽ പൂളിൽ പോകുമ്പോൾ. ഓക്കെ, ഇപ്പൊ ഇട്ടേക്കണം നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ ഇട്ടേക്കുന്ന അണ്ടർവെയറിന് തക്കടൂരിന്റെ നിക്കറിനെ കുറിച്ച് ഇവിടെ ചർച്ച മുഴുവൻ അതിലേക്കാ വരുന്നത്. ഇപ്പൊ ഇട്ടതിന് മിക്കവാറും ഒരു എത്ര രൂപ കാണും? ഒരു 1,600 രൂപ. 1,600 രൂപ. ഓക്കെ, എല്ലാം നല്ല വൃത്തിക്ക് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, വില കൂടിയ ഐറ്റംസ് ഒക്കെ വെച്ച്. ഓക്കെ, അതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറഞ്ഞോ, ഈ ടോപ്പ് ഒരു $70 $5,600. നല്ല നല്ല ലോക്കറ്റ്, നല്ല രസമുണ്ട്. അയ്യോ, 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. ഈ മാലയുടെ പ്രത്യേകത, ആ ലോക്കറ്റിന്റെ പ്രത്യേകത എന്താ? സ്നേഹത്തോടെ വാങ്ങിച്ചു തന്ന ലോക്കറ്റ്. എന്റെ പേഴ്സ് കാലിയാക്കിയ ഒരു മാല. അതാണോ 5 lakhs എന്ന് പറഞ്ഞത്? അത് അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടാണോ, അത് ആക്ച്വലി അല്ലെങ്കിൽ പ്ലാൻ ചെയ്തു പോയതാണോ? അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങി. തക്കുടൻ ആക്ച്വലി ജ്വല്ലറി ഒക്കെ വാങ്ങി തരാൻ ഇഷ്ടമുള്ള കൊടുത്തില്ല, ഇതിനേക്കാൾ നന്നായി പിക്ക് ചെയ്യുകയും ചെയ്യും. ആണല്ലേ? ഓ, എല്ലാത്തിനും ഗുഡ് സെലക്ഷൻ ആണ്. ഈ ഇരിക്കുന്ന എന്നെ ഉൾപ്പെടെ അല്ലേ? അതാണ് പലരും ഈ രീതി കോതമംഗലം എന്ന് ചോദിക്കുമ്പോ പറയും എന്തായാലും എന്താ കൊല്ലത്ത് അങ്ങ് കോതമംഗലം വരെ വന്നു പെണ്ണെ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ മനസ്സിൽ വരാനുള്ളത് വഴി തക്കില്ല. ഏത് കൊല്ലംകാരനും ഒരബദ്ധം പറ്റും. അബദ്ധമാണോ? അല്ലല്ല, അതാണ് സ്നേഹം, ഭയങ്കര സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കണ്ട. അതല്ലേ ഇപ്പൊ കാണിക്കുന്നത് തന്നെ മതി, അതല്ല അധികം മുഴുവനും പുറത്തെടുക്കേണ്ട. ഓക്കെ, പിന്നെ ബാക്കി എനിക്ക് അറിയില്ല. സ്കേർട്ട് ഒരു maybe less than $100. 8,000 രൂപ. ഷൂ ഒരു $600. അതെ, എന്ന് പറയുമ്പോഴത്തേക്കും 4,800. 48,000 ടോട്ടൽ. ഇപ്പൊ എല്ലാം കൂടി പറയാൻ മുമ്പിലിരിക്കുന്ന ലക്ഷങ്ങളുടെ മുതലാണ്. ഈ ഡ്രിങ്ക്സ് കഴിക്കാറില്ലേ? കഴിച്ചതിൽ ഏറ്റവും എന്താ പറയാ, ഏറ്റവും വില കൂടിയ മദ്യം ഏതാണ്? ഏറ്റവും വില കൂടിയ മദ്യം സ്കോച്ച് ആണ്. അപ്പൊ നമ്മൾ അയർലൻഡിൽ പോകുന്ന സമയത്ത് ചില ഹൈ എൻഡ് സ്കോച്ച് ഒക്കെ ടേസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ബോട്ടിൽസ് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്, ഏകദേശം എത്ര രൂപ വരും? നമ്മൾ വാങ്ങിച്ച ബിഗസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു 20,000 രൂപയുടെ ബോട്ടിലായിരുന്നു. 20,000 രൂപ ഇന്ത്യൻ മണി. 20,000 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വളരെ വളരെ സന്തോഷം കേട്ടോ. എന്തായാലും ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നിട്ട് നല്ല ഓട്ടോ, ഒരു വെക്കേഷന് വന്നിട്ട് ഇത്രയും സമയം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ കാണിച്ചതിന് വലിയ നന്ദി ഞങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു മാറ്റം. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ വന്ന് പെരുമാറുന്നു, സംസാരിക്കുന്നു. അടുത്ത വെക്കേഷൻ വരുമ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് എയർപോർട്ടിൽ ആൾക്കാരുണ്ടാവട്ടെ, അത്രയും വിവരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു കണക്ഷൻ. കാരണം നമ്മുടെ ഇന്റർവ്യൂ കൂടി നിങ്ങളെ എനിക്കറിയില്ല ഇതെങ്ങനെയായിരിക്കും ഇത് എൻഡ് ചെയ്യാന്ന്. ആ എൻഡ് ചെയ്യുന്നതിന് ഒരൊറ്റ കാര്യം കൂടി, ഞങ്ങളുടെ ജാങ്കോ സ്പേസിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു റിക്വസ്റ്റാണ്. 13 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഏത്തപ്പഴത്തിൻ്റെ പ്രശ്നം ഒന്നും ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാമോ? അതൊന്നും വെച്ച് ഒന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ ഒരു സമാധാനം കിട്ടിയാണ്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ? ഞങ്ങൾ റിക്വസ്റ്റ് ആണ്, പ്ലീസ് ഒന്ന് അങ്ങോട്ട് കൊണ്ടൊന്ന് കൈ കൊടുത്ത് അതിന് വേണ്ടി ഒന്ന് പശ്ചാത്തപിക്കേണ്ടി വരും. ഞാൻ എന്ത് വെള്ളം ചെയ്യാം, നമുക്ക് തിരിച്ചു പോയാൽ മാല മേടിക്കാം. എവിടുന്നാണ് പക്ഷെ എന്നാലും ഞാൻ പറയാം, തൽക്കാലത്തേക്ക് ഞാൻ ചിലപ്പോ മറക്കുമായിരിക്കും. നാളെ രാവിലെ എഴുന്നേക്കുമ്പോ എന്താവും എനിക്ക് പറയാം അറിയില്ല. അന്ന് തൽക്കാലം ഒന്ന് ഇപ്പൊ രണ്ടുപേരും ഒന്ന് ഷെയ്ക്കേണ്ട അടുത്ത് ഹഗ് ചെയ്ത് ഓക്കെ. അങ്ങനെ ആ പഴത്തിന്റെ പ്രശ്നം ഇവിടെ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 13 വർഷമായിട്ട് ജാങ്കോ സ്പേസിലൂടെ ഞങ്ങൾ അത് തീർത്തു. നന്ദിയുണ്ട് സഹോദര. ഇനിയെങ്കിലും അത് ഉപേക്ഷിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷത്തോടെ. എന്തായാലും ഈ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും നിങ്ങളൊരു മാതൃകയായിട്ട് മുമ്പോട്ട് പോട്ടെ. ഒരുപാട് സന്തോഷം. എന്തായാലും എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഫാമിലിക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.